ആടലോടകം. ഇത് നിങ്ങൾ ഒരൊറ്റ തവണ ട്രൈ ചെയ്ത് നോക്ക് വേണ്ടിട്ടോ, നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ഹലോ, അപ്പൊ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടോ വന്നത്. എന്റെ മുടി ഉണ്ടോ നിങ്ങളെ ഈ മുടി ഈ കോലത്തിലാക്കി നടക്കുന്നതിന് എനിക്കൊരു റെമഡി ഉണ്ട് കേട്ടോ. തോനെ മുടിയൊന്നും ഇല്ല, പക്ഷെ ഉള്ളത് പോവാതെ നമ്മൾ നോക്കണല്ലോ. അതിനൊരു ചെറിയൊരു ഞാൻ ഹോം റെമഡി ചെയ്യലുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇന്ന് കാണിച്ചത്. പിന്നെ താരനൊക്കെ പോവാൻ ഇത് നല്ലത്. എനിക്ക് താരനുണ്ട്, അപ്പൊ അത് പോവാനാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ഹോം റെമഡി ചെയ്യലിട്ടോ. പക്ഷെ ഇതെല്ലാവരും ചെയ്യലുണ്ടാവും, പക്ഷെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊരു കുട്ടി വീഡിയോ ആക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഈ സാധനം, ഇത് ആടലോടകം, ഇത് അമ്മേന്റെ ഒരു കുടുംബക്കാരുണ്ട് അപ്പുറത്തെ വീട്ടില്. അപ്പൊ അവിടെ പുഷ്പൂന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് പുഷ്പൂന്റെ വീട്ടിൽ കൊടുത്തിട്ട് ഈ കവറിൽ മുമ്പ് കുറച്ച് ചെമ്പരത്തി പറിച്ചിട്ട് വരാം. അപ്പൊ ആദ്യം നമുക്ക് അവിടേക്ക് പോയിട്ട് വരാം അല്ലേ. ഓക്കെ, അപ്പൊ പുഷ്പൂന്റെ വീട്ടിൽ പോയിട്ട് വേഗം വരാം. ഇപ്പൊ മഴയ്ക്ക് ഒരു ചോർച്ച ഉണ്ട്, അതാട്ടോ ഞാൻ തിരക്കിട്ട് പോകുന്നു. ഇതിപ്പോ ഞാൻ പുഷ്പേച്ചിന്റെ വീട്ടിലാട്ടുള്ളത്. നമ്മളെ പുഷ്പുവിന്റെ വീട്ടില് പുഷ്പാണ് നമുക്ക് ആദ്യം ചെമ്പരത്തി പറിച്ചു തന്നെ കേട്ടോ. കുറച്ച് പറിച്ച് കവറിലാക്കി ഞാൻ വീഡിയോ എടുക്കുന്നു കണ്ടപ്പോ ഓടി ക്യാമറന്റെ പുറകിൽ വന്ന് നിന്നോട് ഫോണും പിടിച്ചിട്ട് ഈ പറിച്ചോ, ഞാൻ പറിക്കില്ല, ഇന്നെ ഈ വീഡിയോ എടുത്ത് വൈറലാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ബാക്ക് പോയി നിൽക്കുകയാണ് കേട്ടോ. എന്നെ കാണുമ്പോഴേക്കും എല്ലാവരും പോടും, എന്താന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ കുറെ ചെമ്പരത്തിയൊക്കെ പറിച്ചിരിക്കുന്നു. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. വേണ്ട സാധനം എന്താ പറയുക, ഇത് ചെമ്പരത്തി പറിച്ചുണ്ടോന്നില്ല നമ്മള് പുഷ്പൂന്റെ ആടുന്ന്. നമുക്ക് ഇതെന്തിനാ ഇതിന്റെ പേര്, ആര്യവേപ്പ്. ഞാൻ ആര്യവേപ്പ് ഇടും കേട്ടോ. ആര്യവേപ്പ് ഇട്ട തലയിൽ നമുക്ക് താരന്റെ ചൊറിച്ചിലില്ലേ, അത് ലേശം കുറഞ്ഞു കിട്ടോ. അപ്പൊ നമുക്ക് ആര്യവേപ്പ് കുറച്ച് പൊട്ടിക്കാം. ഒക്കെ കുറച്ച് കുറച്ച് മതി, ഇതെല്ലാം കൂടി വരുമ്പോ തോന്ന സാധനവും. അപ്പൊ കുറച്ച് കുറച്ച് മതി. നല്ല പെരും മഴ വരുന്നുണ്ട്. ഞാൻ ഓടിപ്പോയി എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് വേഗം നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ അങ്ങോട്ട് വാരി പൂശ. നേരത്തെ നമ്മൾ പറിച്ചു വെച്ച അരിവേപ്പില്ലേ, ആ അരിവേപ്പുണ്ട് ഇതിലേക്ക്. പിന്നെ നല്ല ചെമ്പരത്തിന്റെ പൂവും ഒട്ടും കൂടി പറിച്ചു വെച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ നല്ല ചെമ്പരത്തിന്റെ ഇല. പിന്നെ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഉലുവയാണ് കേട്ടോ. ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ടേക്കണം. എന്നിട്ട് ആദ്യം ഒരു വലിയ വെല്ലുള്ളി എടുക്കുക, അത് കുനുകുനാ അരിഞ്ഞെടുക്കുക. എന്നിട്ട് അത് മിക്സിന്റെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് ഈ ഉലുവയും ചെമ്പരത്തിന്റെ പൂവും ഒക്കെ കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. മറ്റേത് എല്ലാ സാധനം കൂടി ഈ ചെറിയ ജാറിൽ അതിനോണ്ട് ഇതിൽ കൊള്ളൂല കേട്ടോ. അതുകൊണ്ട് ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയെല്ലാം ഇട്ടിട്ട് അടിക്കുക. ഈ ജാറുണ്ടല്ലോ, ഇത് പഴയ മിക്സിന്റെ ഒരു ജാറാട്ടോ. ഞാൻ അത് റാക്കിന്റെ മുകളിൽ വെച്ചിട്ട് ഇത് അരയ്ക്കാനായിട്ട് അതിന്റെ മുകളിൽ പൊടി തട്ടി എടുത്തതാണ് കേട്ടോ. അപ്പൊ ഇത് കുട്ടി ജാറാണ്, ഞാൻ ഇത് അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചതാ. നിങ്ങളാണെങ്കിലും പഴയ ജാറിട്ട് ഉണ്ടെങ്കിൽ പിന്നെ അതിൽ അരയ്ക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നന്നാവുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെമ്പരത്തിന്റെ ഇലയും മറ്റേ ആര്യവേപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കണം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് ആവണത്. ഇതാ ഇപ്പൊ ഞാൻ നല്ലോണം അടിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇത് എല്ലാം കൂടി അതിലേക്ക് തട്ടുക. ഇതാ അപ്പൊ നമ്മളെ സാധനം റെഡി ആയിട്ടോ. അപ്പൊ ഇന്ത മകിടി നമ്മൾ തലയിൽ വാരി വാരി പൂശണം. ഓക്കെ, ഇത് ചില ആൾക്കാരില്ലേ കുറച്ച് ലൂസാക്കിയിട്ട് മിക്സിയിൽ അടിച്ചിട്ടില്ലേ അരിച്ചിട്ട് തല തേക്കുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനെ ആവുമ്പോ അത് മറ്റേത് ഒരു അരമണിക്കൂറൊക്കെ വെക്കും. ഞാൻ എന്റെ പണി അതിന്റെ ഇടയ്ക്ക് ഞാൻ പോയി പണിയൊക്കെ എടുക്കാൻ പോകും കേട്ടോ. അപ്പൊ അതാവുമ്പോ എന്താണെന്നറിയാം, ഇത് തലയിൽ അവിടെ പിടിക്കും ചെയ്യും, നമ്മളെ പണിയും നടക്കും എപ്പിടി. അപ്പം ഇത് നന്നായിട്ട് അവിടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഇത് ലൂസാക്കിയിട്ട് അരിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതിങ്ങനെ തലയിൽ കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങും. ഇതാകുമ്പോ സ്റ്റിഫായിട്ട് അവിടെ നിൽക്കും. ആദ്യം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, അപ്പൊ നിലവിൽ പിന്നെ മുടീന്റെ അവസ്ഥ ഇതാണ്. ഇതാ, പക്ഷെ ഇത് ഞാൻ പണ്ട് നന്നായിട്ട് തേക്കലുണ്ടേനിട്ടോ. അപ്പൊ വേഗം മുടി, ഇത് നല്ല മുടി നീളും, താരനും പോവും, മുടി നീളും നല്ല. പിന്നെ വെച്ചാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാനിപ്പോ എവിടെയെങ്കിലും ഒരു കല്യാണത്തിനോ എന്തെങ്കിലും പരിപാടി എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം ഇത് തേക്കും. അതാകുമ്പോൾ നമുക്ക് ഷാമ്പൂ ഇടേണ്ട ആവശ്യമില്ല. ഇത് ഷാമ്പൂവിനേക്കാൾ എഫക്റ്റ് ആട്ടോ മുടിക്ക്. അപ്പൊ കണ്ടോ, ഇതാണ് ഇപ്പൊ എന്റെ മുടിയുടെ നിലവിലുള്ള അവസ്ഥ. നമുക്ക് ഇത് തലയിലേക്ക് അങ്ങോട്ട് തേച്ചിട്ട് പിടിപ്പിക്കാം. അതിന് മുന്നേ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്ന അറിയാം, ഇത് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുളിച്ചു കഴിഞ്ഞാൽ ഷാമ്പൂന്റെ എഫക്റ്റ്. അപ്പൊ ആദ്യം നമുക്ക് വെളിച്ചെണ്ണ തേക്കാം. ഇങ്ങനെ കുപ്പിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആയിരിക്കും എന്തോ വലിയ വെളിച്ചെണ്ണ. ഇത് സാധാരണ നമ്മളെ പച്ച വെളിച്ചെണ്ണ ഇല്ലേ, ആട്ടിയ വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയാണ് കേട്ടോ. കറിയിലൊക്കെ ഒഴിക്കൂലേ ആ വെളിച്ചെണ്ണ. എനിക്ക് വേറെ ഒരു വെളിച്ചെണ്ണയും തലയിൽ പറ്റൂല. അന്ന് എനിക്ക് തലവേദന വരും. എനിക്ക് കുറേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സാധാരണ 1-2 ഡ്രോപ്പ് വെളിച്ചെണ്ണ തലയിൽ തേക്കലുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ തേക്കുന്ന ദിവസം ഞാൻ കുറേ വെളിച്ചെണ്ണ തേക്കും. വല്ലപ്പോഴൊക്കെ തലയ്ക്ക് കുറച്ച് വെളിവും വെള്ളിച്ചൊക്കെ വരട്ടെ വിചാരിച്ചിട്ട്. അപ്പൊ ഇത് ആരെങ്കിലും തേക്കുന്നവരുണ്ടെങ്കിൽ അതിന്റെ മുന്നേ കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ തേക്കണം കേട്ടോ. കാരണം
കുളി കഴിഞ്ഞാലും നല്ല ഷാമ്പു ചെയ്ത പോലെ മുടി ഉണ്ടാവും. അപ്പൊ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത് നന്നാ. ഞാൻ തെങ്ങിന്റെ അടിയിലാണ് വന്ന് നിൽക്കുന്നത്. മിക്കവാറും തേങ്ങ തലയിൽ വീണിട്ടേ നാളെ നിങ്ങളൊരു വണ്ടിയും വിളിച്ച് എന്നെ കാണാൻ വരണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ സാധനം പരീക്ഷിക്കും. ഞാൻ ഇവിടെ വന്ന് നിന്നല്ല, ഈ മതിലിന്റെ മുകളിലാവുമ്പോ ഈ സാധനം വെക്കാലോ. നമ്മൾ ഇത് കുറച്ചീച്ചെടുത്തിട്ട് അങ്ങനെ വെക്കാം. പക്ഷെ ഇത് നമുക്ക് നല്ല താരൻ ഉണ്ടാകുന്ന സമയത്തില്ലേ, നമ്മൾ ഒറ്റ തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഒരൊറ്റ തവണ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അതിലെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. ഇതിലിപ്പോ നമ്മൾ ചേർത്തിരിക്കുന്ന ഉലുവ, വലിയ ഉള്ളി, ചിലയിടത്തിൽ സവാള എന്ന് പറയല്ലോ, ഉലുവയും ഉള്ളിയും, പിന്നെന്താ ചെമ്പരത്തി, ആര്യവേപ്പ്. ചില നേരത്ത് ഞാൻ കരിവേപ്പില ഇടും കേട്ടോ, അതിന്റെ മൂടുമാതിരി ഇരിക്കും. പിന്നെന്താ പറയുക, കരിവേപ്പില കിട്ട മുടി കറുത്തു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇടാത്ത. മെനക്കെട്ട് ഞാൻ ഈ കളറൊക്കെ ചെയ്ത് പോവല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കരിവേപ്പില ഇടാത്ത കേട്ടോ. നല്ല ഡാർക്ക് കളർ വേണമെന്നൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ചെയ്യാം. ബ്ലാക്ക് വേണ്ടത് ഞാൻ ഇതിന് മൊത്തം തേച്ചിട്ട് വരുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ഇത് മുടിയിൽ മൊത്തം ഇത് തേച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരൊറ്റ തവണ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും, നന്നായിട്ട് താരനും മുടി കൊഴിച്ചിലും ഒക്കെ പെട്ടെന്ന് കുറയും കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ആഴ്ചയിൽ 1-2 തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് കാണും. ഇപ്പൊ ഞാൻ കുറച്ചായി ഞാൻ ഇതിപ്പോ നിർത്തി വെച്ചിട്ട്, ഇന്നിപ്പോ വീണ്ടും തുടങ്ങി. അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഇപ്പൊ മുടീന്റെ അവസ്ഥ കിടക്കുന്നത് കണ്ടോ. ഇപ്പൊ ഞാൻ നല്ലോണം വെളിച്ചെണ്ണ തേച്ചോണ്ടാട്ടോ മുടി ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നന്നായിട്ട് പൊന്തി പഫായിട്ട് നിൽക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.